ഹലോ, അടുത്തതായിട്ട് പറയാനുള്ളത് പേരുകളിലെ വൈവിധ്യം അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻ നെയിംസ്. നമുക്ക് എല്ലാവർക്കും പേരുകളുണ്ടല്ലേ? നമ്മളെ ഓരോരുത്തരെയും പല പേരുകളിൽ, പലതരം പേരുകളിൽ, ഒരു പേര് മാത്രമാണ് നമുക്കുള്ളതല്ല, പല പല പേരുകളിൽ നമ്മളെ അറിയപ്പെടുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അറിയപ്പെടുക അല്ലെ? അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരു പേരിൽ തന്നെ കുറേ സാധനങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പല പല നാടുകളിലും പല ജില്ലകളിലും പല രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമാണ്. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ജീവിയെ ഒരു പേരിട്ട് വിളിച്ചു. ആ പേരാവൂല വേറെ രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ ഞാൻ പോയി പറഞ്ഞാലുള്ള അവസ്ഥ. അത് വേറെ എന്തേലും സാധനവും. അപ്പോൾ ഈ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. ഇറ്റ് ഈസ് കോസ്ഡ് ടു ഡിഫിക്കൽട്ടി ഓഫ് ഐഡന്റിഫൈങ് ഓർ സ്റ്റഡിങ് ദാറ്റ് വൺ. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. ഈ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനാണ് ശരിക്കും എന്ത് വന്നിട്ടുള്ളത്? ബൈനോമിയൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന ഒരു കൺസെപ്റ്റ്, ശാസ്ത്രീയ നാമം എന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഈ ചിത്രത്തിലെ ചെമ്പോത്തിന്റെ ചിത്രം നോക്കൂ. ഇത് പല പേരിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ഉപ്പൻ, ചെമ്പോത്ത്, അതേപോലെ ചകോരം എന്നീ പേരുകളിലാണ് ചെമ്പോത്ത് അറിയപ്പെടുന്നത്. അതേപോലെ അടുത്ത പിക്ചറിൽ നോക്കൂ, വട്ട, തൊടുകണ്ണി, ഉപ്പൂത്തി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷനെയും അതേപോലെ മനസ്സിലാക്കാനുള്ള ഇതും എന്താവും? ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അതേപോലെ തന്നെ ഈ പിക്ചറിലോട്ട് നോക്കൂ. പപ്പായ, കപ്ലങ്ങ, കർമൂസ, അതേപോലെ ഓമക്ക എന്നീ പേരിൽ വ്യത്യസ്ത പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ? അതേപോലെ പഴുതാര, കരിങ്കണ്ണി, കൽക്കുന്നൻ, ചെറുമ്പുരം, ഇങ്ങനെ രീതിയിലും ഈ ജന്തുവിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ വസ്തുവിനും നമ്മുടെ നാട്ടിലും അതേപോലെ പുറം നാട്ടിലും പേരുകളിലെ വൈവിധ്യം കാരണമാണ് ഈ സയന്റിഫിക് നെയിം എന്ന ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം. സയന്റിഫിക് നെയിമിലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചത് ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം, കാർൾ ലിനേഴ്സ് ആണ് അത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് നോക്കാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ദ്വിമാന പേര് നൽകല്ലേ. ഒരു പേരിൽ തന്നെ എത്ര വാക്ക് വേണം അല്ലെങ്കിൽ വേർഡ് വേണം? 2 വേർഡ് വേണം. ദിസ് ഈസ് എ കോമൺലി അക്സെപ്റ്റഡ് സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിങ്. അതായത് കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച ശാസ്ത്രീയ നാമം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന രീതിയാണ്, ദ്വിമാന പദ്ധതി രീതിയാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിങ് ബൈ ജോയിനിങ് 2 വേർഡ്സ്. അതായത് ബൈനോമിയൽ ബൈ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായി 2 അല്ലെ? 2 വേർഡ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രീയ നാമമാണ് എന്ത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് ഇറ്റ് വാസ് കാർൾ ലിനേഴ്സ് ഹു പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? കാർൾ ലിനേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ് ദ ജീനസ്, ദ സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് ദ സ്പീഷീസ്. നമ്മൾ നേരത്തെ കുറെ എക്സാമ്പിൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഹോമോസാപ്പിയൻസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസും അതേപോലെ സാപ്പിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസും ആയിരിക്കും. ബൈ ദിസ് മെത്തേഡ് ദിസ് സയന്റിഫിക് നെയിം ഓഫ് എൻ ഓർഗാനിസം ഈസ് എ സെയിം ആൾ ഓവർ ദ വേൾഡ്. അതായത് നേരത്തെ നമ്മൾ ചെമ്പോത്തിന്റെ കേസിലും അതേപോലെ പപ്പായുടെ കേസിലൊക്കെ പറഞ്ഞ ആ പേര് ഒരുപാട് സ്ഥലത്ത് പല പല പേരുകൾ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഐഡന്റിഫിക്കേഷന് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിനെ കുറക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ തരണം ചെയ്യാൻ വേണ്ടിയാണ് സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്ന ഒരു പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് സയന്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ഹോമോസാപ്പിയൻസ്. ഇത് പ്രകാരം ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹോമോസാപ്പിയൻസ് ആണ് ഇതിന് എക്സാമ്പിൾ. ഓരോ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത് ആവിഷ്കരിച്ചത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണ രീതിയാണ് 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിമാന പദ്ധതി. കാർൾ ലിനേഴ്സ് ആണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. 2ാം പദം സ്പീഷീസിനെയും 1ാം പദം ജീനസിനെയും സൂചിപ്പിക്കുന്നു. ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കും. ഇതനുസരിച്ച് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് ആയിരിക്കും എല്ലായിടത്തും. ഇനി ഈ രീതിയിൽ ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുള്ള കുറച്ച് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പേര് നോക്കാം.
ഇതെന്താണ്? ഇത് നമ്മുടെ കൊന്നപ്പൂവാണ് ഈ കാണുന്നത്. അതിന് പറയുന്ന പേരാണ് കാഷിയ ഫിസ്റ്റുല. കാഷിയ ഫിസ്റ്റുല. അതേപോലെ നമ്മുടെ കാക്കക്ക് പറയുന്ന പേരാണ് കോർവസ് പ്ലന്റൻസ്. കണ്ടില്ലേ ഈ ഫസ്റ്റ് കാഷിയ ഫിസ്റ്റുലത്തെ ഫസ്റ്റ് പേരാണ് എന്ത്? ജീനസ്. രണ്ടാമത്തതാണ് എന്ത്? സ്പീഷീസ്. അതേപോലെ കോർവസ് പ്ലന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ആണ് എന്ത്? ജീനസ്. അതേപോലെ രണ്ടാമത്തെ വേർഡ് ആണ് എന്ത്? സ്പീഷീസ്. അങ്ങനെ കൊടുക്കുള്ളൂ. അതേപോലെ നമ്മുടെ കൗവിന്റെ പേരാണ് എന്ത്? ബോസ് ടോറസ്. ഇതിൽ ബോസ് ആണ് എന്ത്? ജീനസ്. ടോറസ് ആണ് എന്ത്? സ്പീഷീസ്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പേരുകളാണ് കേട്ടോ. ദിസ് സയന്റിഫിക് നെയിം അക്സെപ്റ്റഡ് ഇൻ ഓൾ ഓവർ വേൾഡ്. ഓക്കെ, കുറച്ച് ബാക്കി ജീവികളുടെയും ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം നമുക്ക് പരിചയപ്പെടാം. ആനന്റെ ആണ് എലഫസ് മാക്സിമസ്. അതേപോലെ മയില് അഥവാ പീകോക്കിന്റെ ആണ് പാവോ ക്രിസ്റ്റാറ്റസ്. അതേപോലെ നായ ഡോഗിന്റെ ആണ് കാനിസ് ഫെമിലിയാരിസ്. ചെമ്പരത്തിയുടെ ആണ് അഥവാ ഹിബിസ്കസിന്റെ ആണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. അതേപോലെ ആര്യവേപ്പ് നീമിൻ്റെതാണ് അസാഡ്രിക്റ്റ ഇൻഡിക. അതേപോലെ നെല്ല് പേടയുടേതാണ് ഒറൈസ സറ്റേവ. അതേപോലെ സിംഹം അഥവാ ലയൺ പാന്തേറ ലിയോ. കടുവ അല്ലെങ്കിൽ ടൈഗർ പാന്തേറ ടൈഗറിസ്. മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു ഹോമോസാപ്പിയൻസ്. മൂർഖൻ പറഞ്ഞാൽ എന്താ? കോബ്രയുടെ പേരാണ് നജ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.